മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു കോളിഫ്ലവർ കൊണ്ട് ഒരു കോഴി വറുത്ത പോലാക്കാം. കണ്ടോ? ചിക്കൻ വറുത്തത്. നമുക്ക് എങ്ങനെയാണ് വറുക്കേണ്ടതെന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ആദ്യം കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചെടുക്കുക, ഇതുപോലെ. എന്നിട്ട് നമുക്കത് മാവിനകത്ത് മുക്കി ആദ്യം മുറിച്ചെടുത്ത ഉപ്പുവെള്ളത്തിനകത്ത് കഴുകി, മഞ്ഞൾപ്പൊടിക്കകത്ത് കഴുകി, പിന്നെ അതിന് കടലമാവും മൈദമാവും എല്ലാം കൂടെ ഇട്ടിട്ട് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഇതുപോലെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചിക്കൻ വറുത്ത പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. ശോശാമ്മ കിച്ചൺ അല്ലെ കിച്ചൺ ശോശാമ്മ. നോക്കട്ടെ. നല്ല ചിക്കൻ വറുത്തത്, കോളിഫ്ലവർ കൊണ്ട് ചിക്കൻ പോലും വറുത്തെടുത്തത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതാ കോഴിക്കാല് വറുത്ത പോലെ തന്നെയല്ലേ? കണ്ടോ? എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ അല്ലേ കിച്ചൺ ശോശാമ്മ. കോളിഫ്ലവർ കോഴിയിറച്ചി പോലും വറുത്തെടുത്തത്, ചിക്കൻ പോലും വറുത്തെടുത്തത്. ഉണ്ടോ? കോളിഫ്ലവർ ആദ്യം ചെറുതായിട്ട് മുറിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി, കടലമാവും മൈദയും കൂടെ. എന്നിട്ട് നമുക്കത് തിരിച്ചിടാനായെങ്കിൽ മറിച്ചിടുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. ശോശാമ്മ കിച്ചൺ മറക്കണ്ട. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ 2026 പുതിയ വർഷം എല്ലാവർക്കും വിജയാശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും തന്ന് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കോളിഫ്ലവർ കൊണ്ട് ചിക്കൻ വറുത്തത്.